നമസ്കാരം. ഇത് നിങ്ങളെ സ്വന്തമായ എല്ലാവരും സുഖമായിട്ട് വിശ്വസിക്കുന്നു. ഇത് നമ്മൾ വന്നിരിക്കുന്നത് വെയിൽ വാച്ചിങ് കേട്ടോ. വെയിലിനെ കാണാൻ പോകാം നമ്മൾ നടുക്കടലിൽ. അടുത്ത കാഴ്ചകളായിരുന്നു മൊത്തം കാണുന്നത് കേട്ടോ. പോയി കണ്ടുകളയാം അല്ലേ. നമ്മളിപ്പോൾ ഡെൻസ്ബ്ര എന്ന് പറഞ്ഞ വെയിൽ വാച്ചിങ്ങിൻ്റെ സെൻറ്ററിൽ എത്തിയിരിക്കുകയാണ്. അത് ഊരെ കണ്ട കുഞ്ഞൊരു ക്രൂസ് കണ്ട ആ ക്രൂസ് ഷിപ്പിൽ നമ്മൾ നടുക്കടലിൽ പോയിട്ട് വെയിൽ വാച്ച് കാണാൻ പോകുന്നത്, വെയിലിനെ കാണാൻ പോണേ. അപ്പോൾ അവർ പറഞ്ഞതെന്ന് പറയാൻ നമ്മൾ ഇതിപ്പം ഒരു വെയിൽ വാച്ചിങ്ങിൻ്റെ സീസണാണ്. അപ്പോൾ ആ സീസണിൽ ഇപ്പം കാണാൻ സാധ്യത കൂടാ. അപ്പം മൈഗ്രേറ്റ് ചെയ്ത് വരുന്നുണ്ട്, പല സ്ഥലത്തു നിന്ന് വെയിലുകൾ മൈഗ്രേറ്റ് ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ സ്ഥലത്താണ് ഏറ്റവും കൂടുതൽ കാണാനുള്ള നമുക്ക് ചാൻസസ് കൂടുതൽ. അപ്പം നമ്മൾ ഇവിടെ പോയി കാണാൻ പോവുകയാണ് കേട്ടോ. ഇവിടുത്തെ ബീച്ചുകൾ വളരെ എനിക്ക് ഇഷ്ടമാണ്. കണ്ടില്ലേ, നീല കളറിലാണ്. ഇപ്പോൾ വിൻ്റർ ആയിട്ട് പോലും നീല കളറാണ്. അപ്പോൾ സമ്മറൊക്കെ ആകുമ്പോൾ മൊത്തം നീല കളറായി, മീനൊക്കെ പോകുന്നത് കാണാം. ആ പോകുന്ന ബോട്ടുണ്ട്, ആ ബോട്ടിലാണ് നമ്മൾ ക്രൂസ് കയറുക. അപ്പോൾ ബോട്ട് വന്നിട്ടുണ്ട്, നമുക്ക് കയറി അവിടെ എത്താം. ഇന്നത്തെ യാത്ര എനിക്ക് വളരെ എക്സൈറ്റഡ് ആണ്. എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കപ്പലോ അല്ലെങ്കിൽ ക്രൂസിലോ പോകുന്ന നടുക്കടലിൽ. അപ്പോൾ അതിൻ്റെ വളരെ ഒരു ത്രില്ലിലാണ് ഞാൻ നിൽക്കുന്നത്. പിന്നെ മോറോവർ ഇന്ന് വെയിലിനെ കാണാൻ പറ്റിയ അതിനേക്കാൾ വലിയ സന്തോഷം. അപ്പോൾ അതിൻ്റെ കാഴ്ചയിൽ ഞാനിങ്ങനെ ത്രില്ലടിച്ചിരിക്കുകയാണ്. ഈ വെയിൽ വാച്ചിങ് 2 hours ഡ്യൂറേഷനിലാണ് നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് കാണാനുള്ളതെന്ന് പറഞ്ഞാൽ നമുക്ക് അവർ പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള സർവീസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ടീ, കോഫി എല്ലാം നമുക്ക് ഇതിനകത്ത് അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇവരുടെ സർവീസ് പറയാതിരിക്കാൻ വയ്യ. ഇവർ പറയുന്നത് അവരുടെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിഹേവിയറാണ്. അവർ പറഞ്ഞിരിക്കുന്നത് നമ്മളോട് എവിടെ വേണമെങ്കിലും ഫ്രീ ആയിട്ട് നമുക്ക് ഒരു റെസ്ട്രിക്ഷൻസ് ഇല്ല നമുക്ക്. പക്ഷേ അവരുടെ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഫോളോ ചെയ്യണം. ഞാനിപ്പോൾ നിൽക്കുന്നത് പിന്നെ ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഒരു ക്യാബിനുണ്ട്. ആ ക്യാബിൽ എല്ലാവരും വന്ന് നിൽക്കുവാണ്. അപ്പോൾ ആ ക്യാബിൽ നിന്ന് അവർ പറഞ്ഞു തരും ഈ വെയിൽ വാച്ചിങ്ങിൻ്റെ സീസണിനെ പറ്റിയും വെയിൽ വാച്ചിങ് എപ്പോൾ കാണാൻ പറ്റുന്നല്ല അതിൻ്റെ പിന്നെ സേഫ്റ്റി പ്രൊസീജിയേഴ്സ് ഒക്കെ. These whales will spend about 6 months not eating for migration, so they've got a long time. Yeah, it's one diet that I don't want to try. They do tend to put on about a third of their body weight over that migration, so they are starting to lose that. If we get mothers and calves through the bay, that calf, its weight is coming directly off of the mum, so they can be a little bit standoffish, not really too playful because they are quite hungry, whereas the smaller whales and the males tend to be a little bit more friendly, a little more curious and stuff. We'll let you guys know what we're looking at when we're out there. The other whales that we might see are blue whales. We do have them moving through the bay at the moment, so we're in their season. Super rare, there's only a few thousand of them left in Australia, so we are monitoring them, taking pictures and things like that. And our southern right whales, there is a mother and calf that have been hanging in near Eagle Bay, which is... നമ്മൾ ക്രൂസിൻ്റെ മേളിൽ നിന്നുള്ള കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ മനോഹരമാണ് കാണാൻ. അപ്പോൾ ഇത് പോകുന്നത് ഭയങ്കര സ്പീഡിലാണ് പോയിട്ടുണ്ട്. നമുക്ക് എവിടെയും പിടിച്ചില്ലെങ്കിൽ നമ്മൾ മറിഞ്ഞു വീഴും. അത്രയും സ്പീഡിലായി പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ നേരെ കാണുന്നതാണ് ക്യാബിൻ്റെ ക്യാബിൻ. നമുക്ക് അതൊരു അവസരം കിട്ടുവാണെങ്കിൽ നമുക്ക് മുന്നിൽ കയറി കാണാം. ഇതാണ് ക്യാപ്റ്റൻ്റെ ക്യാബിന്. പുള്ളി ഭയങ്കര ഫ്രണ്ട്ലിയാണ്. പുള്ളിയുടെ പേരാണ് ജോർജ് ക്രിസ്റ്റഫർ. ആൾ ഭയങ്കര ഫ്രണ്ട്ലിയാണ്. എല്ലാവരുമായിട്ടും പറഞ്ഞു കൊടുക്കുകയാണ് ഇതിനെ പറ്റിയുള്ള കാര്യങ്ങൾ. എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് ഒരു കപ്പലിൻ്റെ ക്യാപ്റ്റൻ്റെ ക്യാബിനിൽ കയറുന്നത് എന്താണെന്നുള്ള അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വളരെ ഇവിടെ നോക്കും എന്നാ ഭംഗിയെ നോക്കി അങ്ങ് ദൂരെ വരെ കാണാം. പുള്ളിക്ക് ഇവിടെ നിന്നാണ് കൺട്രോൾ ചെയ്യുന്നതെല്ലാം. ഈ ക്രൂസ് കൺട്രോൾ ചെയ്യുന്ന ഇതിൻ്റെ ഉള്ളിൽ നിന്നാണ്. ക്യാപ്റ്റൻ പറയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മളിപ്പോൾ കാണുന്ന വെയിലുകളെല്ലാം ഫീമെയിലുകളായിരിക്കും കൂടുതൽ. എന്ന് പറഞ്ഞാൽ മെയിലുകളെല്ലാം ഉൾക്കടലിൽ പോയിട്ട് ഫുഡ് ശേഖരിക്കാൻ പോയിരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ ഇവരിപ്പോൾ മെയ്റ്റിംഗ് പീരീഡാണ്. ഇവർ ചിലപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കും മോസ്റ്റ്ലി എല്ലാം. എന്ന് പറഞ്ഞാൽ ഈ സീസണുകളാണ് ഇവർക്ക് ഈ കുറച്ചുകൂടി കടലിൽ ഇങ്ങോട്ട് വരുന്നത്. ഉൾക്കടലിൽ പോവാതെ ഇവർ കുറച്ചുകൂടി ക്ലോസ്ഡാണ്, കരയുടെ അടുത്തോട്ട് വരുന്നതിന് കാരണം അതാണ്. പിന്നെ ഇവരിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ 10 മിനിറ്റ് അനുസരിച്ച് ഇവരിങ്ങനെ പോകും. എന്ന് പറഞ്ഞാൽ ഇവർക്ക് നീ കണ്ടില്ല സ്റ്റീം ഇങ്ങനെ വിടുന്ന കണ്ടിട്ടില്ല മോളിൽ കൂടെ. അപ്പോൾ അതായത് 10 മിനിറ്റ് കൂടെ ഇങ്ങനെ വിടും. അപ്പോൾ ഇവിടുന്ന് ദൂരം പുള്ളിക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു ഇതിനു വേണ്ടിയാണ് പറഞ്ഞു തരുന്ന പുള്ളിനെ പറ്റി എല്ലാ കാര്യങ്ങളും. ഈ കാണുന്ന എൻ്റെ സന്തതയാണ്, പേര് ജോഷുവ. ലെഫ്റ്റ് സൈഡിൽ കാണുന്ന എൻ്റെ വൈഫാണ്, പേര് റിൻസി. അപ്പോൾ ഈ ക്രൂസിലെ ഏറ്റവും ചെറിയ വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരനാണ്. അപ്പോൾ അവന് ഒരു ലൈഫ് ജാക്കറ്റ് തരുമെന്ന് അവരോട് ചോദിച്ചു. നമുക്ക് നീന്തലറിയാം, ഇതിനെ അറിയത്തില്ലല്ലോ, പെട്ടതല്ലേ. അപ്പോൾ അത് ചോദിച്ചപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്തു. നമ്മളങ്ങനെ ആദ്യത്തെ വെയിലിനെ കാണുവാണ്. 11:30 നോക്കിയേ, അവിടെ ഉണ്ടോ വെള്ളം ചീറ്റ് ചെയ്തോണ്ടോ ഉണ്ടോ വാല്, അതിൻ്റെ വാലാണ് നമ്മളിപ്പോൾ കണ്ടത് കേട്ടോ. നമ്മൾ അടുത്ത വെയിലിനെ കാണാൻ പോവാം. 1 o'clock നോക്കിയോ, ഇപ്പം ആള് മേളിലോട്ട് വെള്ളം ചീറ്റ് കണ്ടോ.
എന്നിട്ട് ഇനി വാലെടുത്ത് അടിക്കാൻ പോകണം കേട്ടോ. കണ്ടോളെ, അടിപൊളി. കുറേ നേരമായിട്ട് നമ്മളിപ്പോൾ ഒന്നിനും കാണുന്നില്ല. അപ്പോൾ ഇനി നമ്മൾ നോർത്തിലോട്ട് മാറുവാണ്. നോർത്തിൽ കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറഞ്ഞത്. അപ്പോൾ നോർത്തിലോട്ട് പോയി. അപ്പോൾ ഈ കാണുന്ന നോർത്ത് സൈഡാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഉണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് നോക്കാം അല്ലേ. അപ്പോൾ ഇവിടുത്തെ എനിക്ക് തോന്നുന്നു നമ്മളിപ്പോൾ കണ്ട ഭാഗത്തിന് 3 കണ്ടു. ഇനി കുറച്ചുകൂടി ഉള്ളിലോട്ട് പോകാനാണ് അവരുടെ പ്ലാൻ. അപ്പോൾ കുറച്ചുകൂടി ഉള്ളിൽ പോയി കഴിഞ്ഞാൽ കാണാൻ പറ്റുമെന്നാണ്, കുറച്ചുകൂടി ക്ലോസ് വ്യൂ കിട്ടുമെന്നാണ് അവർ പറയുന്നത്. നമുക്ക് ഉള്ളിലെ കാഴ്ച കുറച്ചുകൂടി ഉള്ളിലോട്ട് എന്താ പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ നോക്കാം അല്ലേ. ഇതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ അപ്പർ സൈഡ് നിൽക്കുമ്പോൾ ഇപ്പർ സൈഡിൽ നിന്ന് എൻ്റെ വൈഫ് ഒരു ഫോണിൽ എടുത്തൊരു വീഡിയോ ഉണ്ട്. അത് ഞങ്ങൾ കാണിച്ചു തരാം. പക്ഷേ ക്ലാരിറ്റി കുറവാണ്. സ്റ്റിൽ അടിപൊളിയാണ്. ചാടുന്നൊരു ഷോട്ടാണ്. അടുത്തത് അതൊരു വെയിൽ വരുന്നുണ്ട്. ലെഫ്റ്റ് സൈഡിൽ 10 o'clock ഉണ്ടോ, അതിൻ്റെ ചിറക് കണ്ടോ, അതിൻ്റെ വാലവർ കാണിച്ചില്ല അവൻ. എന്തായാലും അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ പുറംഭാഗം മാത്രം അതിങ്ങനെ കാണിച്ചു. അത് റൈറ്റ് സൈഡിൽ 1 o'clock നോക്കിയേ, അടിപൊളിയല്ലേ. അത് അടിച്ച് ചിറക് വെച്ച് അടിച്ചതാണ് ഇപ്പോൾ കാണുന്നത്. ശ്രദ്ധിച്ച് കേട്ടോ. ഇതിൻ്റെ സൗണ്ട് നമുക്ക് കേൾക്കാം, ഇങ്ങനെ വെള്ളം ചെയ്യുന്ന സൗണ്ട് കേട്ടോ. ഒന്ന് ശ്രദ്ധിച്ച് കേട്ടോ, ഭയങ്കര നോയ്സാണ്. ഇപ്പം നമ്മൾ കാണുന്ന 3 വെയിലുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാഴ്ച നമ്മൾ കാണാൻ സ്കിപ്പ് ചെയ്യണ്ട, നമുക്ക് അടുത്തടുത്ത് കാണാൻ പറ്റും കേട്ടോ. കണ്ടോ, അടുത്തത്
ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ട ഡിസ്ലൈക്ക് ചെയ്യുക. പിന്നെ നമ്മുടെ സബ്സ്ക്രൈബ് ഫാമിലി ജോയിൻ ചെയ്യാത്തതാണ് ഉറപ്പായിട്ടും ജോയിൻ ചെയ്യണം കേട്ടോ. പിന്നെ നോട്ടിഫിക്കേഷന് വേണ്ടി നിങ്ങൾ ആ ബെൽ ബട്ടൺ അടിച്ച് പോയിട്ട് ചെയ്യുക. അടുത്ത വീഡിയോ പെട്ടെന്ന് വരുന്നതായിരിക്കും. അത്